അസീം ഭായി നമ്മളെ കാര്യമൊക്കെ ഓൾഡിയാണ്. കാരണം എന്താ പറയുക, ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത സമയത്ത് ബുക്ക് നോക്കി ബുക്ക് വായിച്ച് കോഡ് പഠിച്ചാണ്. അതെ, പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ആദ്യം പറയുന്നത് ഞാൻ താറ്റലിന് വേണ്ടി പറഞ്ഞു. ഓക്കെ എന്ന് പറയുന്നത് ഈ ചാറ്റ് ജി പി ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അസീം ഭായി ഏറ്റവും നല്ല ടീച്ചറാണെന്ന് ഞാൻ പറയും ചാറ്റ് ജി പി ടി. ഓക്കെ, കാരണം എന്ന് പറയുന്നത് നമ്മളെ ജഡ്ജ് ചെയ്യാത്തൊരു ടീച്ചർ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു രീതിയിലും നമ്മളെ ജഡ്ജ് ചെയ്യാത്തൊരു ടീച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു 10 സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എവൻ എന്തോന്ന് ഇത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നും. വിഷമം വന്നിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? അല്ല, ഈ പറഞ്ഞതൊരു വിഷമമായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ഇത്രയും എഫേർട്ട് ഇട്ട് അവൻ പഠിച്ചു, അല്ലെങ്കിൽ നമ്മളവനെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് ചോദിക്കുമോ വിഷമമായിട്ടുള്ള സാഹചര്യം? അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. വിഷമങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ കടന്നു പോയിട്ടുണ്ട് പോകുന്ന ആ പാഷനായിരിക്കും മിക്കവാറും. കാരണം ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് തീർക്കാതെ നമ്മൾ അവിടെ നിന്ന് എണീക്കൂല. അതിപ്പോൾ ചിലപ്പോൾ ഫുഡ് കാണില്ല, ലഞ്ച് കഴിക്കൂല, ഡിന്നർ കഴിക്കൂല, രാത്രി 3 മണിയാവുമായിരിക്കും. നമ്മൾ എത്ര ദിവസം ഓഫീസിൽ കിടന്നുറങ്ങുന്ന ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ ഷിജൻ്റെ ലൈഫിൽ തന്നെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. നമ്മുടെ സ്റ്റാക്കപ്പിൽ ഇതുവരെ അങ്ങനത്തെ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള എപ്പോഴെങ്കിലും സംഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ വൺ ഓഫ് ദി സ്റ്റുഡൻറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പേയും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അവൻ താഴെ നിന്ന് അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാക്കപ്പിൻ്റെ പ്രോഗ്രാം എടുത്തു. അതിനുശേഷം അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതെ, ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തം മാറി. അവനിപ്പോൾ കാർ എടുത്തു, അവൻ്റെ കല്യാണം കഴിഞ്ഞു. അത് ശരിക്കും അതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയതുപോലത്തെ ഒരു സിറ്റുവേഷൻ വഴി അവനും കടന്നു പോയതാണ്. സ്റ്റുഡൻസിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇതിൽ ഒരു കാര്യം, സ്റ്റാക്കപ്പിലെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് ചേഞ്ച് ആകുന്ന പറയുമ്പോൾ അവരെ മാത്രം ലൈഫല്ല ചേഞ്ച് ആകുന്നത്, ഫാമിലി, ആ ഒരു കംപ്ലീറ്റ് ഫാമിലിയുടെ ലൈഫ് ചേഞ്ച് ആവുന്നതാണ്. പക്ഷെ ചേഞ്ച് ആവുന്ന ഇപ്പം ലൈഫ് ചേഞ്ച് ആവുന്നു അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ചേഞ്ച് ആവുന്നതിനെക്കാട്ടിലും അവര് അതിനു വേണ്ടി ഇടുന്ന ഒരു ഇപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വേണ്ടിയില്ലാത്ത ആൾക്കാരാണ്. അപ്പം ഇതിനകത്ത് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ രാപകൽ കഷ്ടപ്പെടാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞാൽ അവർക്കുണ്ടായിരുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനത്തെ ആൾക്കാരാണ് ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പം ഇല്ല, എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂല, എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റില്ല, ഞാൻ ഈ അരമണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം കറങ്ങി നടക്കും എന്നുള്ള, എനിക്ക് സുഖമാണ് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ സുഖം എന്ന് പറയാൻ പറ്റൂല, എന്താ പറയാ, ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. നമ്മൾ ഈ ഗവൺമെൻറ് ഓഫീസ് പോലെ അല്ലെങ്കിൽ ഒരു 9 to 5 എന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തുടക്കകാലത്ത് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ സമയമാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു രീതിയിൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പോഴത്തെ ഒരു എനിക്കൊന്ന് കുറേ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അത് തന്നെയാണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് എനിക്ക് ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യണം, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പ്രോപ്പർ ഒരു പ്ലാനോടുകൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ആ പാഷൻ ആയിരിക്കും മിക്കവാറും. കാരണം ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് തീർക്കാതെ നമ്മളവിടെ നിന്ന് എണീക്കൂല. അതിപ്പോൾ ചിലപ്പോൾ ഫുഡ് കാണില്ല, ലഞ്ച് കഴിക്കൂല, ഡിന്നർ കഴിക്കൂല, രാത്രി 3 മണിയാവുമായിരിക്കും. നമ്മൾ എത്ര ദിവസം ഓഫീസിൽ കിടന്നുറങ്ങുന്ന ഇതുവരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് സ്റ്റേജസിൽ. അപ്പോൾ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ശരിക്കും അതൊരു ലഹരിയായിരുന്നു. ഈ കോഡിങ് ചെയ്ത് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്റ്റസി, ആ സാധനം ശരിക്കും പറഞ്ഞാൽ അതുള്ളവർക്ക് നല്ല രീതിയിൽ പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. അത് ആർക്കാണോ ആ ഒരു സംഭവം കിട്ടാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ട് കിട്ടാത്തത് അവരാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ലെവലിലോട്ട് പോകണം. ഇപ്പം സ്റ്റാക്കപ്പിന്റെ ഇടയ സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പയ്യനെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എനിക്ക് അച്ചീവ് ചെയ്യാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കിവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അതില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ലെവലിലോട്ട് പോകില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല, ആ നെക്സ്റ്റ് ലെവലിലോട്ട് പോകണ്ട. അവരിപ്പോൾ എന്താണോ നിൽക്കുന്നത് അതാണ്, അതിൽ സ്റ്റേബിളായിട്ട്
പോകാനാണ് അടുത്തത് എന്താണെന്ന് മനസ്സിലാക്കി ഓക്കെ അടുത്തൊരു ഇതിലോട്ട് പോകണം എന്നുള്ളൊരു തോന്നല് ആൾക്കാർക്ക്. ചിലതില് ഫാമിലി ഒരു പ്രശ്നം തുടങ്ങി പറയാം. കാര്യം ചില ആൾക്കാർക്ക് അവരെ ഏജ് ഓവർ എന്ന് പറയാം. അതായത് 28 ഒക്കെ കഴിയുമ്പോൾ അവർ പറയും ഏജ് ഓവറായിപ്പോയി, എനിക്ക് ഇനി ഇത് പഠിച്ചാൽ എപ്പോഴായിരിക്കും ജോലി കിട്ടുന്നത്. കാര്യം അവർക്ക് അറിയില്ല. അവർ ചിലപ്പോൾ ഇതായിരിക്കും കരിയർ മീൻസ് കാര്യം അവരുടെ സ്റ്റേജ് അങ്ങനെ ആയിരിക്കും. അവർ വീട്ടിൽ നല്ല പ്രഷറായിരിക്കും. അങ്ങനെ 2 സ്റ്റുഡൻസ് ഒന്നും സംസാരിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് പറയണം എനിക്കിനി പറ്റുമോ, കാര്യം വീട്ടിൽ നല്ല പ്രഷറുണ്ട്, അതിന് വേറെ ജോലിക്ക് പോകാനാണ് പറയുന്നത്. പക്ഷെ അവന് കഴിയാറായി, പക്ഷെ വീട്ടിലെ അല്ലെങ്കിൽ അവിടെ നിന്ന് സൊസൈറ്റിയുടെ പ്രഷർ കൊണ്ടായിരിക്കാം പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം അവർക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ഒരു 2-3 മാസം കൂടെ സമയം കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇത്രയും നല്ല എഫേർട്ട് ഇട്ട് പഠിച്ച് സ്ലോ ലേണറാണ്. ഓക്കെ, നമുക്ക് അതിന്റെ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, ആ രീതിയിൽ സ്ലോ ആയിട്ടാണ് പഠിക്കുന്നത്, പക്ഷെ പഠിക്കുന്നുണ്ട്. സ്ലോ ലേണറാണ്, മനസ്സിലായില്ല. നമ്മൾ പറയുന്നത് പോലെ പല ആൾക്കാർക്കും പല ടാലന്റേഴ്സ് ആണ്. അപ്പോൾ പുള്ളി വന്ന ഭയങ്കര വിഷമത്തിലാണ് പറയുന്നത് ഇങ്ങനെ. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാനല്ലേ പറ്റുള്ളൂ. പ്രഷർ ചെയ്ത് സംസാരിക്കും. പക്ഷെ വീട്ടിൽ അത്രയ്ക്കും പ്രഷർ പുള്ളിക്ക് കിട്ടുന്നതുകൊണ്ട് മെന്റലിയും പുള്ളി ഡിപ്രസ്ഡ് ആണ്. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത ആൾക്കാരും ഉണ്ട്. അത് എന്താ പറയാ, അത് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ. വേറെ എന്തെങ്കിലും ഇതേപോലെ ടച്ചിങ് ആയിട്ടുള്ള ഇൻസിഡൻസോ വിഷമം വന്നിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഈ പറഞ്ഞതൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം ഇത്രയും എഫേർട്ട് ഇട്ട് അവൻ പഠിച്ചു, അല്ലെങ്കിൽ നമ്മളവനെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഓക്കെ, എൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് ചോദിക്കൂ വിഷമം ഉണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വിഷമങ്ങൾ എന്തെങ്കിലും സാഹചര്യം കടന്നു പോയിട്ടുണ്ട്? ഓക്കെ, നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും വിഷമം? അല്ല, നിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷവും വിഷമവും ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ അവിടെ ഒരു പയ്യൻ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അവൻ +2 ഫെയിലായിരുന്നു. ഓക്കെ, +2 ഫെയിലായിരുന്നു. എന്നിട്ട് ഇവിടെ അഡ്മിഷൻ എടുത്തു. പക്ഷെ അവൻ ഇനീഷ്യലി പറഞ്ഞത് +2 പാസ്സാണെന്ന് പറഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത്. പക്ഷേ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവൻ +2 ഫെയിലായവർക്ക് നമുക്ക് മുമ്പ് പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ +2 ഫെയിലായവർക്ക് ഈ പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് ഇല്ല. അവർ അപ്ഫ്രണ്ട് തന്നെ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ അവർക്ക് കോഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മോഡലായിരുന്നു. അപ്പോൾ ഈ പയ്യൻ എൻ്റെ അടുത്തൊന്ന് ഡയറക്റ്റ് ഒന്ന് സംസാരിച്ച്, സാർ വേറെ മാർഗമൊന്നുമില്ല, കാരണം വീട്ടിൽ ചെറിയ സീനൊക്കെ ഉണ്ട്. വീട്ടിൽ ഫാദർ കുറച്ച് പ്രശ്നമാണ്, കുറച്ച് അബ്യൂസീവായിട്ടുള്ള ഫാദറാണ്. അപ്പോൾ അവന് തിരിച്ചു പോകാൻ പറ്റൂല, ഇത് കംപ്ലീറ്റ് ചെയ്യാതെ തിരിച്ചു പോകാൻ പറ്റൂല, ജോലിയോടെ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ഫീസ് കൂടുതൽ ഇനി വീട്ടിൽ നിന്ന് വാങ്ങിക്കാനും പറ്റൂല, ഈ ഫാദർ സമ്മതിക്കൂല. ഇത് തന്നെ ഒരു എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, കുഴപ്പമില്ലടാ, നീ ഇത് ചെയ്തോ, പഠിച്ചോ, പക്ഷെ ഒന്ന് +2 അടുത്ത പ്രാവശ്യം എഴുതിയെടുക്കണം. ഓക്കെ, എന്നിട്ട് നീ ഇതിൽ ഒരു ലെവൽ പോലും ഫെയിൽ ആവരുത്. ഓക്കെ, നമ്മുടെ റിവ്യൂ പ്രോസസ്സിലൊന്നും ഫെയിൽ ആവരുത് എന്ന് പറഞ്ഞ് നീ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് വഴി തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കണ്ടിന്യൂ ചെയ്തു. അവൻ അടിപൊളിയായിട്ട് പഠിച്ചപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്നിട്ട് അവൻ പ്ലേസ്ഡ് ആയി. ഓക്കെ, എനിക്കൊന്ന് 6 മാസത്തിൽ തന്നെ അവൻ പ്ലേസ്ഡ് ആയി. ഓക്കെ, പിന്നെ അതിനുശേഷം പ്ലേസ്ഡ് ആയതിനു ശേഷം അവൻ്റെ അടുത്ത് നമ്മളൊരു ടെസ്റ്റിമോണിയൽ വീഡിയോ ഒന്ന് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവൻ മൈൻഡ് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. പിന്നെ അവൻ നാളെ വരാൻ മറ്റന്നാൾ വരാമെന്ന് പറയും, പിന്നെ അവൻ വരൂല, അവൻ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യൂല. അപ്പോൾ അത് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ അതേപോലെ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. പിന്നെ അതാണ് ഞാൻ പറയുന്നത്, സന്തോഷം സങ്കടം ഒരുമിച്ച് വരുന്ന കാര്യമാണ്. കാരണം പ്ലേസ്ഡ് ആയി, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവനിനി വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, അവൻ്റെ ഫാദറിൻ്റെ അബ്യൂസും കാര്യങ്ങളൊന്നും അവനിനി സഹിക്കേണ്ട, കാരണം അവൻ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്തിട്ട് തിരിച്ച് നമ്മളൊരു ഹെൽപ്പ് ചോദിക്കുമ്പോഴത്തേക്കും ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴത്തേക്കും ചെറിയൊരു വിഷമം. ഓക്കെ, അതിൽ വേറെ സീനൊന്നുമില്ല, നമ്മളത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, നമ്മളിനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ ഈ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ഉണ്ട്. വീണ്ടും നമ്മുടെ ഇവിടെ നോർമലി നമ്മൾ ഫുൾ ടൈം ആണല്ലോ. നമ്മുടെ ഇവിടെ പഠിച്ച ശ്യാം എന്ന് പറയുന്ന പയ്യൻ, അവനാണെങ്കിൽ പമ്പില്, അവനപ്പം ഇടയ്ക്ക് വെച്ച് അവന് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നു. അപ്പോഴത്തേക്കും അവന് ഇവിടുത്തെ റെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് പാർട്ട് ടൈം വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അവൻ രാവിലെ പമ്പിൽ പോകും. ഓക്കെ, രാവിലെ പമ്പിൽ 8 മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരുന്ന് ബാക്കി ടൈം ഇരുന്ന് പഠിക്കും. ഓക്കെ, എന്നിട്ട് അവൻ പ്ലേസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യമാണ്, ബാക്കിയുള്ളവർക്കും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യമാണ് ആ സ്റ്റോറിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതേപോലെ ഷെയർ ചെയ്യാനുണ്ട്? അല്ല, ഇതേപോലെ
പ്ലേസ്ഡ് ആവുന്ന ടൈമിൽ മീൻസ് അവർക്ക് എന്തെങ്കിലും മിഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് വിളിക്കും, സ്റ്റുഡൻസ് വിളിക്കും, ഓക്കെ എങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. അതെ അതെ. നമുക്ക് അറിയുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. എനിക്കൊന്ന് ഒരു പയ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, അനന്തു. പുള്ളി ഓൾറെഡി ഒരിടത്ത് പ്ലേസ്ഡ് ആയി. പിന്നെ അവിടെ കുറച്ചാൾ നമ്മുടെ ആദ്യത്തെ പ്ലേസ്മെന്റ്. എന്നാൽ പുള്ളി കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നതോ ചെയ്തു, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതണക്കെ ഒരു ഇത് തന്നു, എങ്ങനെ അത് ഇനിഷ്യേറ്റീവ് ചെയ്യണമെന്നുള്ള രീതിയിൽ. മിഷൻ ടെസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കൊന്നും പറ്റില്ലല്ലോ. അവർ എന്നെ പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം, ഈ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പുള്ളി അത് അതേപോലെ ചെയ്തു. നെക്സ്റ്റ് കമ്പനിയിൽ പ്ലേസ്ഡ് ആയി, കുറച്ചുകൂടെ ബെറ്റർ പാക്കേജിൽ പ്ലേസ്ഡ് ആയി. അതിനുശേഷം വിളിച്ചു. ചിലവർ ആദ്യം വിളിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞിട്ട് പ്ലേസ്ഡ് ആയൊന്നും അറിയില്ല. അപ്പൊ അത് എനിക്ക് ഹാപ്പിയായ കാര്യം. ഓക്കെ, അവര് പ്ലേസ്ഡ് ആവുന്ന തന്നെയാണ് ആഗ്രഹം, പക്ഷെ ഈ രണ്ടാമത് വിളിച്ച് സംസാരിക്കുമല്ലോ. അതേപോലെ വേറൊരു പയ്യനും ഇതെനക്ക് ഫുൾ സ്റ്റാക്ക് എടുക്കാൻ വന്നിട്ട് UAയിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതില് എനിക്ക് വന്നു മിഷൻ ടെസ്റ്റ് കഴിഞ്ഞു പാസ്സായി. അതൊക്കെ വിളിച്ച് അതുപോലെ നമ്മൾ പ്രാവശ്യം വാഗമൺ നിന്നപ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ച് ഫോണിൽ ഈ പയ്യനെ പുള്ളി ഇതനക്ക് വെച്ചിട്ട് ഭയങ്കര ഡൗട്ടാണ്. അപ്പൊ അവര് കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. പുള്ളി അതേപോലെ റിസർച്ച് ചെയ്ത് ഭയങ്കര പേടിയായിരുന്നു. പുള്ളി ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി കൊടുത്തു. അതായിരിക്കാം മേ ബി ആ 2 മണിക്കൂർ എടുത്തത്. ഒരുപാട് സംശയങ്ങൾ അവർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അത് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് ഒക്കെ പറയാനായിട്ട് വിളിക്കുമല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ഇതായിട്ടുണ്ട്. 2 പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നൈസ്. പിന്നെ നമുക്ക് ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്തിയല്ലേ. അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസ് അല്ലെങ്കിൽ അത് മാറ്റം വരുത്തിയപ്പോൾ വന്ന ചലഞ്ചസ് എന്തൊക്കെയായി, എന്തെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ട്? അപ്പോൾ ഒരു ചലഞ്ച് എനിക്കറിയായിരുന്നു, കാരണം ബിസിനസ് സൈഡിൽ നിന്ന് ഉള്ളൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ റൂൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. അതായത് ഇനീഷ്യലി നമുക്ക് ഫോർമൽസോ അങ്ങനെയൊന്നും ഇല്ല, അറ്റൻഡൻസ് ഇത്ര മാൻഡേറ്ററി, പിന്നെ അതേപോലെ നമുക്ക് ഇത്രയും വയലേഷൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവം കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ റൂൾ മാറ്റി. അപ്പോൾ ഇനീഷ്യലി അതൊന്നും ഇല്ലായിരുന്നു, പിന്നെയാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ ആ ടൈമിൽ കുറേ ആൾക്കാർ അപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത പിള്ളേർക്ക് നമ്മളിത് എൻഫോഴ്സ് ചെയ്തില്ല. നിങ്ങളെല്ലാം ഈ റൂൾ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല നമ്മൾ പറഞ്ഞ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞു. ഈ റൂള് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ലീവ് ചെയ്ത് പോവാം എന്ന് പറഞ്ഞു. മെജോറിറ്റി ആൾക്കാർ നിന്നു. മെജോറിറ്റി അല്ല, എനിക്കൊന്നൊരു 90% ആൾക്കാർ നിന്നു. 10% ആൾക്കാർ പോയി. അപ്പോൾ ഇവർക്കെല്ലാം ഇവർ അപ്ഫ്രണ്ട് ആയിട്ട് പേ ചെയ്തവരുണ്ടായിരുന്നു, അവർക്കെല്ലാം നമ്മൾ റീഫണ്ട് കൊടുത്തു. പക്ഷെ അതിൻ്റെ അകത്ത് കോമഡി എന്ന് പറയുന്നത്, ഇതിന് മുമ്പേ നിർത്തിപ്പോയ കുട്ടികളുണ്ടായിരുന്നു. ഇതിന് മുമ്പ്, അതായത് നമ്മൾ ഈ റൂൾ കൊണ്ടുവരുന്നതിന് മുമ്പേ നിർത്തിപ്പോയ കുട്ടികളുണ്ടായിരുന്നു. ഇത് അറിഞ്ഞ ഉടനെ അവരും വിളിക്കാൻ തുടങ്ങി. അവർ വിളിച്ചിട്ട് ഞാൻ ഇവിടെ വീണ്ടും ജോയിൻ ചെയ്യാൻ നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിർത്തിയതല്ല, ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇനി നിങ്ങൾ ഈ റൂൾ മാറ്റിയതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതല്ലേ എനിക്ക് പറഞ്ഞ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. നല്ല രീതിയിൽ അത് ബിസിനസ്സിന് ഇമ്പാക്ട് ഒബ്വിയസ്ലി നമ്മളത് കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മളെടുത്തത്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ പാതി വഴിയിൽ വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് പറ്റാത്തവരെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അത് അവർ അർഹിക്കുന്ന കാര്യമാണ്, അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ആ പേയ്മെൻറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നേരത്തെ നിർത്തിപ്പോയവർ പിന്നെ വന്ന് ഇത് കാരണമാണെന്ന് പോയെന്ന് പറഞ്ഞാൽ അതിലൊരു ന്യായമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈവൻ തോ നമ്മൾ ആ ചേഞ്ചസ് കൊണ്ടുവന്നു, അതിൻ്റെ കൂടെയാണ് നമ്മൾ മറ്റേ ഗെയിമിഫിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത്. ഈവൻ തോ നമുക്ക് ബിസിനസ് വൈസ് ഇനീഷ്യലി ലോസ് ഉണ്ടായെങ്കിലും എനിക്കൊന്ന് സ്റ്റുഡൻസിൻ്റെ ജേർണിയിൽ അത് ഭയങ്കരമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് എന്തെങ്കിലും ഇല്ല, നമ്മളത് കൊണ്ടുവന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളത് കുറച്ച് കണ്ടിന്യൂ ചെയ്തപ്പം അതിലും സത്യം പറഞ്ഞാൽ വേണ്ടി വന്നു. അപ്പം അതിൻ്റെ വർക്കിങ്ങിലാണ് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നമ്മൾ അന്ന് ഡിഫൈൻ ചെയ്ത പ്രോസസ്സിൽ കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ കട്ട് ചെയ്തു. കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് അവർക്ക് ഗെയിം ആണല്ലോ, ആ ഗെയിം ഫീൽ തന്നെ കൊണ്ടുവരാനായിട്ട് കൂടുതൽ ആൾക്കാർക്കും ഭയങ്കര പേടി. അറ്റൻഡൻസ് കുറയുന്നു, ചില ആൾക്കാർക്ക് മെഡിക്കൽ ലീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കാം,
ചിലവർക്ക് റിവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ഇതെല്ലാം അവരുടെ ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. ഓക്കെ, കാര്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറയാതെ എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മളിത് പറയുന്നില്ല. ഓക്കെ. ബേസിക്കലി നമ്മൾ ഫേസ് ചെയ്ത 2-3 ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതായത് ഇനീഷ്യൽ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്ത, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇവരെ പ്രോഗ്രസ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഓക്കെ, അതേപോലെ അവർക്കൊരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഇല്ല. നമ്മൾ സെൽഫ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ വാരി വലിച്ച് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, പക്ഷെ അവർ പഠിക്കുന്നത് കറക്റ്റാണോ അല്ലെങ്കിൽ ഇത് തന്നെയാണോ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊരു ഓർഡറിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനൊരു സ്ട്രക്ചർ കൊണ്ടുപോകും. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ 6 മാസത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ല നീളമുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ആ അത്രയും നീളം വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ട്രാക്ക് വിട്ടുപോകാൻ. അതായത് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും പ്രോഗ്രാമിങ്. ഓക്കെ, പക്ഷെ ഒരു 2 മാസം കഴിയുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് പോകും. കാരണം എന്ന് പറഞ്ഞാൽ അവരെന്ത് അച്ചീവ് ചെയ്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗെയിമിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗെയിമിഫിക്കേഷനിൽ നമ്മൾ കൊണ്ടുവന്നതെന്ന് പറയുന്നത് നമ്മളതിനെ 10 ലെവലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. നമ്മുടെ പ്രോഗ്രാമിനെ 10 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ ലെവലിലും നമ്മൾ ഓരോ ടെക്നോളജി വെച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ഈ ലെവലിലെല്ലാത്തിലും മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉണ്ട്. ഈ ഓരോ സ്റ്റേജസിലും നമുക്ക് റിവ്യൂസും വരും. അതായത് വീക്ക്ലി റിവ്യൂസ് വരും. ഈ റിവ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കും അത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സംഭവിക്കുന്നത്, അതായത് ഗെയിമിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം സ്റ്റുഡൻസിന് ഒന്നറിയാം, ഓക്കെ ഞാൻ ലെവൽ 5-ലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, ലെവൽ 1 തൊട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മുടെ ലീഡർ ബോർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലീഡർ ബോർഡിൽ വരുമ്പോഴത്തേക്കും ഓക്കെ ഞാൻ എത്ര എൻ്റെ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എത്ര ബെറ്റർ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇനി എത്ര ബെറ്റർ ആവണം ഓക്കെ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു സാധ്യതയും കൂടെ വന്നു. പിന്നെ അവരിടുന്ന എഫേർട്ടിന് അവർക്ക് എത്ര പോയിന്റ്സ് കിട്ടുന്നുണ്ട്, അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് സ്റ്റുഡൻസിന് കിട്ടാൻ പറ്റും. അതെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റി, സ്പീഡ് കൂട്ടാൻ പറ്റി. കാരണം നമ്മളൊരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആക്കി, അപ്പോൾ സ്റ്റുഡൻസ് പഠിക്കുന്ന സ്പീഡ് കൂടാൻ പറ്റി. പിന്നെ അവർക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കുറച്ചുകൂടെ നിലനിർത്താൻ പറ്റുന്നുണ്ട്. നേരത്തെ ആ ഇടയ്ക്ക് വെച്ച് ഒരു 2 മാസം കഴിഞ്ഞ് ആ എക്സൈറ്റ്മെൻറ്റ് പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്കത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. അവർ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ നമുക്ക് നിലനിർത്താൻ മാക്സിമം സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ അകത്ത് ചേഞ്ചസ് കൊണ്ടുവരണം. അത് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മൾ എങ്ങനെ ഇതിനെ ബെറ്റർ ആക്കാമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുൻപ് നമ്മൾ തുടങ്ങിയ സ്ഥലത്തുനിന്ന് ഗെയിമിഫിക്കേഷൻ കൊണ്ടുവന്നപ്പോൾ അതൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു, അബ്സല്യൂട്ട് ഗെയിം ചേഞ്ചർ ആയിരുന്നു. കാരണം അത്രയും സ്റ്റുഡൻസിന് അത് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അത്രയും ഇമ്പ്രൂവ് ആവാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുത്താൻ പോകുന്ന ചേഞ്ചസ് ആണ് ഷിജിൻ പറഞ്ഞുകൊണ്ടത്. അപ്പോൾ ഇതാണ് ഗെയിമിഫിക്കേഷൻ. അപ്പോൾ ഇനി വരുത്താൻ ഉദ്ദേശിക്കുന്ന ചേഞ്ചസ് ആണ് ഷിജിൻ പറഞ്ഞത്. അതെ, കാര്യം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 മാസം എന്ന് പറയും. അപ്പോൾ അതിൽ ചിലപ്പം ഒരു 2 ടെക്നോളജി പഠിക്കാൻ മേ ബി 3 months ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവരത് തന്നെ 6 മാസം എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഇതില്ലായിരുന്നു. അത് കവറാക്കി, അല്ലെങ്കിൽ അവർ ബ്ലോക്ക് ആക്കി, അല്ലെങ്കിൽ ലീവ് എടുത്തു, മുങ്ങി നടന്നൊക്കെ ഇവര് 6 മാസം കഴിഞ്ഞിട്ട് ചോദിക്കും ഞാൻ കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഉണ്ട്, പക്ഷേ ഇതിലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലോഗോ പ്രസന്റ് ചെയ്യുന്നത് പോലെ ഓരോ കളറും ഓരോ സ്റ്റുഡൻറ്റിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് മാക്സിമം നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ കൊണ്ട് അതായത് ഓരോരുത്തർക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ മെന്ററിൻ്റെ അടുത്ത് പറഞ്ഞ ആ രീതിയിലുള്ള രീതിയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു വീക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, എന്നിരുന്നാലും കുഴപ്പമില്ല, അവരത് കവറാക്കിയിട്ടാണല്ലോ പോകുന്നത്. സോ പിന്നെ കൊണ്ടുവന്ന ഒരു മേജർ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടെക്നോളജി മറ്റേ തറവാക്കി പോകുന്നൊരു ഇതായിരുന്നു. അപ്പൊ ഇവര് ലാസ്റ്റ് എത്തുമ്പോൾ ഈ ആദ്യം പഠിച്ചൊക്കെ അങ്ങ് മറക്കും. കാര്യം അവരതിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കല നമ്മള് എന്താ പറയാ ഈ പ്രോജക്റ്റില് ഫോക്കസ് ചെയ്യാൻ നേരം അപ്പൊ അതിലെല്ലാം കവർ ആവുന്നുണ്ടല്ലോ. അപ്പൊ അവര് ഫൈനലി ചെയ്യിപ്പിക്കുന്ന പ്രോജക്റ്റ്. ഇതിൽ ഈച്ച് പ്രോജക്റ്റ്, അതായത് ഓരോ മൊഡ്യൂൾസിലും ഓരോരോ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനെല്ലാം നമ്മൾ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കി അതിൽ വേണ്ട മൊഡ്യൂൾസും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്ത് ആയിരിക്കും നമ്മളത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോൾ അവർക്ക് ഇതെല്ലാം കവർ ആക്കാൻ പറ്റും. അത് എനിക്ക് നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് കാര്യം. അപ്പോൾ അവർ കുറച്ചുകൂടെ സ്പീഡ്, അവർ സ്റ്റക്ക് ആവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് ആവുന്നില്ല മുമ്പത്തെ അപേക്ഷിച്ചിട്ട്. അവർ എല്ലാ കാര്യങ്ങളും കവറാക്കി പോകുന്നുണ്ട്. ലാസ്റ്റ് അവർക്ക് ഓക്കെ ആ ഫൈനൽ പ്രോജക്റ്റ്, അവരുടെ ഡ്രീം പ്രോജക്റ്റ് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ആ ടൈമിൽ അവർ കംപ്ലീറ്റ് അതിൽ ഫോക്കസ് ചെയ്യണോണ്ട്
എന്തായാലും നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാം എല്ലാത്തിനും എന്താ ലെവലിൽ കവർ ആവും. അതെ. ഇപ്പം ഞാനായിരുന്നാലും ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലം എനിക്ക് സ്റ്റക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പക്ഷേ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതായത് ഒരു ഇപ്പൊ എന്താണ് ഒരു കരിക്കുലം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മോഡ്യൂൾസും കാര്യങ്ങളും കാണും. ഇതെല്ലാം പഠിച്ച് പോകും. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല അല്ലേ. നമ്മൾ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഈ പഠിച്ച് കരിക്കുലം 10ാമത്തെ ലെവലെത്തി, ഈ ഒന്നാമത്തത് ചിലപ്പോൾ നമുക്ക് മറന്നു. അതാണ് ബേസ്. അപ്പൊ അതാണിപ്പം നോർമലി സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കതൊരു പ്രോജക്റ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള, എനിക്ക് ഒരു പ്രോജക്റ്റ് എന്നല്ല, എനിക്ക് മൾട്ടിപ്പിൾ പ്രോജക്റ്റുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ പോയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പഠിപ്പിച്ചിരുന്ന രീതി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു W3 സ്കൂൾസ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ PHP ആണ് പഠിക്കാൻ പോയത്. PHP പഠിക്കാൻ പോയ സമയത്ത് എനിക്ക് ആ വെബ്സൈറ്റിൽ PHPയുടെ കോഴ്സ് എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് തരും. എന്നിട്ട് അതിൻ്റെ അകത്ത് കരിക്കുലം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 1 തൊട്ട് 10 വരെ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് സാറ് പറഞ്ഞു തരും, ഓക്കെ ഇതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, ഇതാണ് സംഭവം, ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇത് നോക്കണം. അപ്പം ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സെക്ഷൻ 6 വരെ നിങ്ങൾ നോക്കിയോ, നാളെ നമുക്ക് 6-7 തൊട്ട് 12 വരെ നോക്കാം. അങ്ങനത്തെ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. അപ്പം ആ സമയത്ത് എന്താണിത് ഉദ്ദേശിക്കണതെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മൾ നോക്കുമായിരുന്നു. ഓക്കെ, ഓരോന്നായിട്ട് നോക്കും. അതിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഉള്ളൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കുന്നു, റൺ ചെയ്യുന്നു, ഓക്കെ ഫൈൻ, ഓക്കെ ഇതെനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ടിരുന്നാൽ തന്നെ തീരുന്ന കാര്യമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ 2 ആഴ്ച ആ കരിക്കുലം വെച്ചിട്ടാണ് ഞാൻ റൺ ചെയ്തത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് അതിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ആ സൈറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇനിഷ്യലി എങ്ങനെയാണ് കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് ഞാൻ കണ്ടു. അതാണ് ശരിക്കും അന്ന് ഞാൻ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്കറിയത്തില്ല ഇപ്പം എങ്ങനെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നതെന്നുള്ളത്. അല്ല, ഇപ്പോൾ ശരിക്കും നമുക്ക് പഠിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇൻഫർമേഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഇപ്പോൾ യൂട്യൂബിലായാലും ശരി, അല്ലെങ്കിൽ ഒരു കോഴ്സ് വാങ്ങിക്കണമെങ്കിൽ യൂഡെമി ഒരു കോഴ്സ് വാങ്ങിക്കണമെങ്കിൽ ശരിക്കും 350 രൂപ, അല്ലെങ്കിൽ ഓഫർ ചെയ്തത് 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഴ്സ് വരും. അപ്പോൾ ആ കോഴ്സിനകത്ത് ശരിക്കും പ്രോപ്പറായിട്ട് അവർ ഒരു കരിക്കുലം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓക്കെ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഓക്കെ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു അനുഭവം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു കരിക്കുലം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു യുഡെമിയിലെ കോഴ്സ് എടുത്തിട്ട് ഒരു കരിക്കുലം സെറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ട്യൂട്ടോറിയലാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല. അതുപോലെ നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ അവർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ അച്ചീവ് ചെയ്ത് പോവാണ്. അതല്ല, അത് ചെയ്ത് അതിന്റെ കൂടെ ചെയ്യുമ്പം എല്ലാം നമുക്ക് അറിയാന്നുള്ള രീതിയിൽ നമ്മളും ചെയ്തു പോകും. അതെ, ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഒന്നും ഓർമ്മ സ്കൂൾസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഏകദേശം സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, എനിക്ക് ഇഫ് അറിയാം, ഫോർ ലൂപ്പ് അറിയാം, ഞാൻ സെറ്റാണ്, ഫോർ ഈച്ച് ഒക്കെ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റാണ്. അതെ, ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ ക്വാളിറ്റിയാണ് ശരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനെക്കാട്ടിലും പ്രോജക്റ്റിന്റെ ക്വാളിറ്റി പ്ലസ് ആ ഒരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ്, ഒരു പ്രോഗ്രാമിങ്ങിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക്. പക്ഷെ അത് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കില്ല് ഡെവലപ്പ് അല്ലേ? കാരണം ഈ പ്രോജക്റ്റിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. പ്രോബ്ലംസ് ആയിരിക്കും, പക്ഷെ നമ്മൾ എത്ര പ്രോബ്ലംസ് ഒരു പ്രോജക്റ്റിനകത്ത് നമ്മൾ എൻകൗണ്ടർ ചെയ്യും, ലിമിറ്റഡ് ആയിരിക്കും. അപ്പം പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ എല്ലാം അബ്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ, എനിക്ക് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്ന് അറിയേണ്ട കാര്യമില്ല. ഇപ്പം എനിക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ എടുത്ത് യൂസ് ചെയ്താൽ മതി, ഒരു ലൈബ്രറി യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എല്ലാം മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം. അതായത് പണ്ട് ഇനിഷ്യലി മറ്റേ ഈ പറയുന്ന .NET ഞാൻ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി ആ കമ്പനിക്കകത്ത് ശരിക്കും ഇന്റർനെറ്റ് പോലും ഇല്ല. നമുക്ക് പഠിക്കണമെങ്കിൽ എന്താണ് ബുക്ക് നോക്കി പഠിക്കണം, അല്ലെങ്കിൽ അവന്മാർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള MDM ഡോക്യുമെന്റേഷൻ അകത്ത് പോയിട്ട് വേണം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആ ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന്
മേ ബി അവർ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചാൽ ലൈബ്രറിയിൽ അല്ലെങ്കിൽ .NET-നകത്ത് കാണും ഒരു സാധനം യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ആ ലൈബ്രറിക്ക് അത് പോയി വേണം പഠിക്കാൻ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാം അന്ന് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അബ്സ്ട്രാക്ട് ആയിട്ടാണ് ചെയ്യും. ഇപ്പം എടുത്തു കഴിഞ്ഞാലും അതും അബ്സ്ട്രാക്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. മോഡൽസ് ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ സാധനം യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ അബ്സ്ട്രാക്ട് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസും ശരിക്കും പറഞ്ഞാൽ കുറവാണ്. അപ്പം ഇപ്പം ഒരു പ്രോജക്റ്റ് ചെയ്താലും അതും ഒരു അബ്സ്ട്രാക്ട് ലെവലാണ് ചെയ്യുന്നത്. ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഡീപ്പായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഡെവലപ്പേഴ്സിന് ശരിക്കും പറഞ്ഞാൽ കിട്ടാറില്ല. അപ്പം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നത്. ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ബെറ്റർ ഡെവലപ്പർ ആവും. അതിനി ഏത് കാലഘട്ടത്തിൽ വന്നാലും അല്ലെങ്കിൽ ഏത് രീതിയിലൊരു പ്രോബ്ലം വന്നാലും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് ശരിക്കും പറഞ്ഞാൽ അവർ പോവും. ഈ അസിമേ പറഞ്ഞതുപോലെ ഇപ്പോൾ AI ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് നല്ല രീതിയിൽ അക്സസിബിൾ ആണ്. അപ്പം അത് കാരണം ഈ പഠിക്കുന്ന സ്ഥലത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും വരുന്നുണ്ട്. കാര്യം ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് സാധനം കിട്ടുമല്ലേ. ലോജിക് എന്ന് പറയുന്ന കാര്യം ഓക്കെ, ആദ്യം ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ ഒരു ലോജിക്ക് എങ്ങനെ അത് പ്രോബ്ലം സോൾവ് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ എല്ലാ പ്രോജക്റ്റിലും ഇപ്പോൾ ഒരു പ്രോജക്റ്റിലും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് കോമൺ ആയിട്ട് സോൾവ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള CRUD ആയിരിക്കും ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എടുത്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ഉള്ളത്. പക്ഷെ അതിനകത്ത് വരുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ബിസിനസ് ലോജിക്സോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെസിഷനെ ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. അപ്പം അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, അത് ആ ഒരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇപ്പോൾ ഈ ജിനു പറഞ്ഞ പോയിന്റ്, ഇപ്പോൾ AI വന്ന് നമ്മുടെ ChatGPT വന്നപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, പണ്ട് നമുക്ക് പ്രോബ്ലം ഇപ്പോൾ അസീംബൈ നമ്മളെ കാര്യമൊക്കെ ഓൾഡിയാണ്. കാരണം എന്താ പറയുക, ഇന്റർനെറ്റ് പോലും ഇല്ലാത്ത സമയത്ത് ബുക്ക് വായിച്ച് കോഡ് പഠിച്ചാണ്. അതെ, പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളടുത്ത് ആദ്യം പറയുന്നത് ഞാൻ താറ്റലിന് വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് മറ്റേ ഗൂഗിളൊക്കെ അക്സസിബിൾ ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമുക്കിപ്പോൾ സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ChatGPTയും ഗൂഗിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ChatGPTയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും ChatGPTയിൽ. ഓക്കെ, പക്ഷെ ഗൂഗിളിൽ അങ്ങനെയല്ല. ഗൂഗിളിൽ ഇപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോയുടെ ഒരു ഇത് കാണും, പിന്നെ വേറെ ബ്ലോഗ്സ് കാണും. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ റെഫർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ യഥാർത്ഥ സൊല്യൂഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇത് റെഫർ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ആ എക്സാക്ട് പ്രോബ്ലം ആയിരിക്കില്ല സോൾവ് ചെയ്യുന്നത്, പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, പക്ഷെ ChatGPTയിൽ അങ്ങനെ ഒരു സാധനമില്ല. ഓക്കെ, ChatGPTയിൽ ഞാൻ ചോദിക്കുന്നു കറക്റ്റ് അതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, മേ ബി ഞാൻ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അത് തരും. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് ChatGPTയിലുള്ള മൾട്ടിപ്പിൾ സൊല്യൂഷൻസ്. അപ്പം ഈ അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ള അങ്ങനെ പറയുന്നതും കറക്റ്റ്. ഉറപ്പായിട്ട് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇഷ്യൂ തപ്പിയായിരിക്കും നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത്. അതെ, പക്ഷെ ഇത് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതെ, ഓക്കെ, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്റെ ഇഷ്യൂ കിട്ടാൻ ചിലപ്പോൾ അടുത്ത ദിവസം ആയിരിക്കും. അതെ, ഓക്കെ, എന്നിരുന്നാലും ആ സമയം കൊണ്ട് വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പറ്റും. അത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും യൂസ് ആയിട്ടുണ്ട്. അല്ല, ഇത് ശരിക്കും അഡ്വാൻറ്റേജും ആണ് ഡിസഡ്വാൻറ്റേജ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, എനിക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം, എനിക്ക് പെട്ടെന്ന് ചെയ്യണം, ഞാൻ അറിയാവുന്നുള്ളൂ. പഠിക്കുന്ന ആൾക്കാർക്ക് അതൊരു അഡ്വാൻറ്റേജ് അല്ല. അതാണ് ഞാൻ പറയുന്നത്. പഠിക്കുന്ന സമയത്ത് ഈ ChatGPT പോലത്തെ ഇതിനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന രീതികളും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ്. അവിടെ അത് നടക്കുന്നില്ല, അവരിതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അത് പിന്നെ അങ്ങോട്ട് പോകുന്തോറും അവർക്ക് തന്നെ അത് പ്രശ്നമായിട്ട് മാറും. അതേസമയത്ത് ഇനിഷ്യലി ഉള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായതിനു ശേഷം പിന്നീട് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓർ മേ ബി നമ്മൾ ChatGPT യൂസ് ചെയ്യുന്ന രീതി ചിലപ്പോൾ അവർ മാറ്റിയാലും മതിയായിരിക്കും. എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ഇനീഷ്യൽ അല്ലെങ്കിൽ എപ്പോഴും ആദ്യത്തെ നമ്മുടെ ഒരു ഏർജ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടുമ്പോൾ അതിനെ അതേപോലെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, മേ ബി അത് മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഇങ്ങനെ സൊല്യൂഷൻ വന്നത് എന്ന് ചിലപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. ചില കൂടുതൽ ആൾക്കാർ അത് മനസ്സിലാക്കാൻ ശ്രമിക്കൂല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത് അതാണ്, അത് ശ്രമിക്കൂല. പക്ഷെ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ മേ ബി ഇതൊരു ബെറ്റർ സൊല്യൂഷൻ ആവാം.
അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനുള്ള try out ഇല്ല, അവിടെ അവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ടാസ്ക് ഉണ്ട്. സോ അത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓബിയസ്ലി അവർ അത് മാത്രം എടുത്തിട്ട് അവർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അത് മാറണം എന്നുള്ളതാണ്. അതെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചാറ്റ് ജി പി ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിംബി ഏറ്റവും നല്ല ടീച്ചറാണെന്ന് ഞാൻ പറയും ചാറ്റ് ജി പി ടി. ഓക്കെ, കാരണം എന്ന് പറയുന്നത് നമ്മളെ ജഡ്ജ് ചെയ്യാത്തൊരു ടീച്ചർ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു രീതിയിലും നമ്മളെ ജഡ്ജ് ചെയ്യാത്തൊരു ടീച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു 10 സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ എവൻ എന്തോന്ന് ഇത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നും. ഓക്കെ, ചാറ്റ് ജി പി ടിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാണക്കേടില്ല, നമ്മൾ മറ്റേ നാണിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് ഏറ്റവും നോളജ് ഉള്ള ടീച്ചറുമാണ്. ഓക്കെ, അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. ഇല്ലേ, എൻ്റെ സിറ്റുവേഷനിലൊക്കെ ഞാൻ ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാനിങ്ങനെ ഈ ചാറ്റ് ജി പി ടിയെ ഇപ്പം നമ്മൾ 4 ഫൗണ്ടേഴ്സാണുള്ളത്, നമ്മുടെ ഒരു 5ാമത്തെ ഫൗണ്ടർ പോലെ കാണാൻ വേണമെങ്കിൽ. ഓക്കെ, ഞാനങ്ങനെ ബിസിനസ് കാര്യങ്ങൾ ചോദിക്കും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ഇന്നലെ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞൊരു കാര്യമാണ്, അതായത് പ്രോഗ്രാമിംഗ് വേർഡിൽ എന്തായിരിക്കും ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് പ്രോഗ്രാമിന് സംഭവിക്കുന്നത്, എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. അല്ലാത്ത ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചാറ്റ് ജി പി ടി തരുന്ന സാധനം മാത്രമാണ് യൂസ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ അവന് അവിടെ ഇതില്ല, റെലവൻസ് ഇല്ല. അതെ, അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം, ശരിക്കും ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. അല്ല, ഈ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് ഇപ്പൊ ചാറ്റ് ജി പി ടി ആണെങ്കിൽ എല്ലാത്തിനും അതിനെ നമ്മൾ നമ്മുടെ അഡ്വാൻറ്റേജിലോട്ട് മാറ്റണം. അതിൽ ഈ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ചാറ്റ് ജി പി ടി യൂസ് ചെയ്യണം. അല്ലാതെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പോഴത്തേക്കും അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ചാറ്റ് ജി പി ടി ഒക്കെ അല്ലെങ്കിൽ AI ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇനി അങ്ങോട്ട് ടൂൾസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഒബ്വിയസ്ലി അപ്പം നമ്മളും അതിന്റെ കൂടെ പോകണം, ഉറപ്പായിട്ടും. നമ്മുടെ ലേണിംഗ് സ്റ്റേജ് ആയിരുന്നാലും ആ രീതിയിലും നമ്മൾ അതെ മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം.